ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ബ്ലഷ് വിത്ത് ആര്യ. നമ്മുടെ ഫാമിലി 20K സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കണം കേട്ടോ. ഞാൻ 10K ആയപ്പോൾ Q&A ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ അവിടെ പോയി ചോദിച്ചാൽ മതി കേട്ടോ. അപ്പോൾ 20K സബ്സ്ക്രൈബേഴ്സ് ആയതുകൊണ്ട് എല്ലാവരും എൻ്റെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിനും എന്നെ സപ്പോർട്ട് ചെയ്തതിനും വീഡിയോ കണ്ടിട്ട് എന്നെ സപ്പോർട്ട് ചെയ്തതിനും എല്ലാത്തിനും താങ്ക് യു കേട്ടോ. അപ്പോൾ ഇനിയും നിങ്ങൾ എൻ്റെ വീഡിയോസ് ഇതുപോലെ കാണാൻ സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ഇതുപോലത്തെ ബ്യൂട്ടി ടിപ്സിന് വേണ്ടിയിട്ട് എൻ്റെ ചാനൽ ഫോളോ ചെയ്യാനും കൂടി മറക്കരുത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് സ്കിൻ കെയർ വേണോ അല്ലെങ്കിൽ ഏത് രീതിയിലുള്ള വീഡിയോ ആണ് വേണ്ടതെന്ന് ചോദിച്ചപ്പോൾ കൂടുതലും സ്കിൻ കെയറിനെ കുറിച്ചിട്ടാണ് പറഞ്ഞിട്ടുണ്ടായത്. അപ്പോൾ സ്കിൻ കെയർ എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു സ്കിൻ കെയർ ചെയ്ത് തുടങ്ങണമെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്കിൻ ടൈപ്പ് ഏതാണെന്ന് നമ്മൾ ഫസ്റ്റ് മനസ്സിലാക്കിയിരിക്കണം. അപ്പോൾ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോണത് ഓയിലി സ്കിന്നിന് പറ്റിയുള്ള ഒരു സ്കിൻ കെയർ റൊട്ടീനാണ് കേട്ടോ. അപ്പം ഇനി നമുക്ക് കോമ്പിനേഷൻ സ്കിൻ കെയർ റൊട്ടീൻ പറയാം. അതുപോലെ തന്നെ ഡ്രൈ സ്കിന്നുള്ളവർക്ക് ഡ്രൈ സ്കിൻ കെയർ റൂട്ടീൻ ഞാൻ പറയാം. നോർമൽ സ്കിൻ ഉള്ളവർക്ക് ഞാൻ ഇതുപോലെ സ്കിൻ കെയർ റൂട്ടീൻ പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ കോമ്പിനേഷൻ സ്കിൻ അങ്ങനെയൊക്കെ ഉള്ളവർക്കൊക്കെ വേണ്ടിയിട്ട് ഇനി വരുന്ന വീഡിയോയിൽ പറയാം. ഇപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഓയിലി സ്കിന്നുകാർക്കുള്ളതാണ്. അപ്പോൾ ഓയിലി സ്കിന്നാണ് നിങ്ങളുടെ എങ്കിൽ നിങ്ങൾ ഈ ഒരു സ്കിൻ കെയർ റൂട്ടീൻ നിങ്ങൾ സിമ്പിളായിട്ട് ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു മാറ്റം നിങ്ങളുടെ ഫേസിന് കാണാനായിട്ട് പറ്റും കേട്ടോ. അപ്പം നമുക്ക് ഈ ഒരു സ്കിൻ കെയർ റൂട്ടീൻ നമ്മൾ തുടങ്ങാമെന്ന് വിചാരിച്ചിരിക്കുകയാണെങ്കിൽ നമ്മുടെ സ്കിൻ ടൈപ്പ് ഏതാണ് നമ്മൾ ഫസ്റ്റ് മനസ്സിലാക്കിയിരിക്കണം. അപ്പോൾ സ്കിൻ ടൈപ്പ് ഏതാണെന്ന് മനസ്സിലാക്കാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിക്കുന്നവർക്ക് വേണ്ടിയിട്ട് നമ്മൾ രാത്രി ഫേസ് ഒന്ന് വാഷ് ചെയ്യുക. ഫേസ് വാഷ് ചെയ്തിട്ട് എയർ ഡ്രൈ ചെയ്യുക. അതായത് നമ്മൾ ടവലൊന്നും വെച്ച് തുടയ്ക്കാതെ നമ്മുടെ ഫേസ് അങ്ങനെ ആ ഒരു കാറ്റത്ത് ഫേസ് ഒന്ന് ഡ്രൈ ആവാനായിട്ട് വിടുക. എന്നിട്ട് ഫേസിൽ മോയ്സ്ചറൈസർ ഒന്നും അപ്ലൈ ചെയ്യരുത്. അങ്ങനെ കിടന്നുറങ്ങുക. എന്നിട്ട് രാവിലെ ആകുമ്പോൾ നിങ്ങളൊന്ന് നോക്കുക. അപ്പോൾ നമ്മുടെ ഈ ഒരു മൂക്കിൻ്റെ ഭാഗത്താണ് നിങ്ങൾക്ക് ഓയിലി പോലെ ഫീൽ ചെയ്യുന്നെങ്കിൽ നിങ്ങളുടെ കോമ്പിനേഷൻ സ്കിന്നാണ് കേട്ടോ. അപ്പോൾ മൂക്കിൻ്റെ ഇവിടെ മാത്രമാണ് നിങ്ങളുടെ ഓയിലി പോലെ ഫീൽ ചെയ്യുന്നതെങ്കിൽ കോമ്പിനേഷൻ സ്കിന്നാണ്. ഫുള്ളായിട്ട് നിങ്ങൾക്ക് ഓയിലിയാണ് തോന്നുന്നതെങ്കിൽ നിങ്ങളുടെ ഓയിലി സ്കിന്നാണ്. പിന്നെ വെലിയണ ഒരു രാവിലെ എണീക്കുമ്പോൾ നമുക്ക് ഫേസ് ഒന്ന് വെലിയണ പോലെയും പിന്നെ ഡ്രൈ മുരി പോലെയൊക്കെ നമുക്ക് ഫീൽ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ഡ്രൈ സ്കിന്നാണ്. പിന്നെ നോർമൽ സ്കിന്നാണെങ്കിലും ഇതൊന്നും ഫീൽ ചെയ്യാതെ ഒരു കുഴപ്പമില്ലാതെ ഇരിക്കുകയാണെങ്കിൽ നോർമൽ സ്കിന്നാണ്. അപ്പോൾ നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടാകും, ഓയിലി സ്കിന്നുകാർക്കും ആക്നെ പ്രോൺ സ്കിന്നുകൾക്കുള്ള വേണ്ടിയിട്ടുള്ളൊരു റൊട്ടീനാണ് ഞാൻ പറയുന്നത് കേട്ടോ. ആക്നെയും ഇതിൽ വരുന്നുണ്ട്. അപ്പോൾ ആക്നെ പ്രോൺ സ്കിൻ ഉള്ളവർക്ക് ഏതാണ് സ്കിൻ ടൈപ്പ് എന്ന് മനസ്സിലാക്കാൻ, അതായത് നിങ്ങൾക്ക് ഈ ഡ്രൈ സ്കിൻ ഉണ്ടെങ്കിലും ഓയിലി സ്കിൻ ഉണ്ടെങ്കിലും കോമ്പിനേഷൻ സ്കിൻ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് മുഖക്കുരു വരാനുള്ള ചാൻസ് വളരെ കൂടുതൽ. അപ്പോൾ ആക്നെ പ്രോൺ സ്കിൻ അതിലുണ്ട്. അതായത് ആക്നെ പ്രോൺ സ്കിൻ പ്ലസ് സെൻസിറ്റീവ് സ്കിൻ ആയിട്ട് ആയിരിക്കുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് ആക്നെ പ്രോൺ മുഖത്ത് കുരു വരുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു മുഖത്ത് കുരു വരുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും വരും. ഡ്രൈ സ്കിന്നുള്ള എനിക്കും കൂടി വന്നിട്ടുണ്ട്. എൻ്റെ ഒരു നോർമൽ സ്കിന്നല്ല, എൻ്റെ ഒട്ടും നോർമൽ സ്കിന്നല്ല. എൻ്റെ ഒരു കോമ്പിനേഷനും ഡ്രൈയും കൂടി മിക്സ്ഡ് ആണ്. ചില സമയത്ത് കോമ്പിനേഷൻ, ചില സമയത്ത് ഡ്രൈ ആവും. ഈ ഒരു സമയത്ത് നന്നായിട്ട് ഡ്രൈ ആവും കേട്ടോ. അപ്പോൾ എനിക്ക് മുഖത്ത് കുരും കൂടി വരുന്നുണ്ട്. ഇപ്പോൾ വരാറില്ല, മുമ്പൊക്കെ എനിക്ക് നല്ല മുഖത്ത് കുരു വരാറുണ്ടായിരുന്നു കേട്ടോ. ഇപ്പം എനിക്ക് അങ്ങനെ വരില്ല. നമ്മൾ സ്കിൻ കെയർ ഒക്കെ ചെയ്യുന്നത് കൊണ്ടായിരിക്കാം. ഫസ്റ്റ് നമുക്ക് അതിനെക്കുറിച്ചിട്ടൊന്നും അറിയാത്തത് കൊണ്ടായിരിക്കാം എനിക്ക് അങ്ങനെ കുരു വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ വരുന്നത് വളരെ കുറവാണ്. പീരീഡ്സ് ആ ഒരു ടൈം വരുമ്പോൾ മാത്രമേ എനിക്ക് വരുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് സ്കിൻ കെയർ റൂട്ടീൻ സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ബേസിക് ആയിട്ടുള്ള സ്കിൻ കെയർ പ്രോഡക്റ്റ്സ് മാത്രമാണ് യൂസ് ചെയ്യേണ്ടത്. ഒരുപാട് വാരി വലിച്ച് നമ്മൾ കുറേയധികം വീഡിയോസ് കാണുന്ന അതും സിറം മറ്റേത് അത് പറഞ്ഞിട്ട് നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്യാതിരിക്കുക. നമ്മുടെ ഫേസ് ഏതാണ് സ്കിൻ ടൈപ്പ് നമ്മൾ മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങളുടെ ഓയിലി സ്കിൻ ആക്നെ പ്രോൺ സ്കിൻ ആണെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് ഒരു ക്ലെൻസർ യൂസ് ചെയ്യുക, പിന്നെ ഒരു മോയ്സ്ചറൈസർ യൂസ് ചെയ്യുക, പിന്നെ നിങ്ങൾക്ക് ഒരു സൺസ്ക്രീൻ യൂസ് ചെയ്യുക. പകലാണെങ്കിൽ, രാത്രിയാണെങ്കിലും ഇതേ സ്റ്റെപ്പാണ് ഫോളോ ചെയ്യേണ്ടത്. പക്ഷേ പ്രൊഡക്റ്റിൽ നമ്മൾ ചെറിയ ചേഞ്ചസ് വരുത്തണം എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. പിന്നെ എനിക്ക് പറയാനുള്ളത്, വേണമെങ്കിൽ നമുക്കൊരു ഐ ക്രീം വേണമെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാം. കാരണം അണ്ടർ ഐ നിങ്ങൾക്ക് ഡാർക്ക് സർക്കിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ ഐ ക്രീം കൂടി ആഡ് ചെയ്യാം. അപ്പോൾ മോയ്സ്ചറൈസറും ക്ലെൻസറും മോയ്സ്ചറൈസറും സൺസ്ക്രീനും ഒരു ഐ ക്രീം വേണമെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാം. അപ്പോൾ ഈ ഒരു ഫേസ് നിങ്ങൾ സെറം യൂസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അല്ലെങ്കിൽ സെറം യൂസ് ചെയ്യാൻ താല്പര്യമുള്ളവർക്കാണെങ്കിൽ ഞാൻ ഒരു ഫേസ് സെറത്തിനെ കുറിച്ച് പറഞ്ഞുതരാം. ഫേസ് സെറം എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നിനെ നമ്മൾ ഒട്ടും അറിയാണ്ടാണ് നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്യുന്നതെങ്കിൽ നിങ്ങളുടെ ഈ ഒരു സ്കിന്നിൽ നിന്ന് വേസ്റ്റ് ആയിട്ട് പോകാനുള്ള ഒരു ചാൻസസ് ഉണ്ട്. നമ്മുടെ സ്കിൻ ഭയങ്കര ഡാമേജ് ആക്കുന്ന ഒരു സാധനമാണ് ഈ ഒരു ഫേസ് സെറം എന്ന് പറയുന്നത്. അപ്പോൾ ഫേസ് സിറം നമ്മുടെ സ്കിന്നിൽ എന്ത് പ്രോബ്ലമാണോ ഉള്ളത് അതിനനുസരിച്ച് വേണം നമ്മൾ ഫേസ് സിറം അപ്ലൈ ചെയ്യാൻ. അതിനെക്കുറിച്ച് അറിഞ്ഞിട്ട് വേണം നമ്മൾ അപ്ലൈ ചെയ്യാൻ. അറിയാതെ നമ്മൾ ഏതെങ്കിലും ആരെയും വീഡിയോ കണ്ടിട്ട് പോയി ചാടി കയറി നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഫേസിന് 8ൻ്റെ പണി കിട്ടുന്നത് ഉറപ്പാണ്. അപ്പോൾ അത് മാത്രമല്ല, അത് ഓവർ ഡോസായി പോവുകയാണെങ്കിൽ നമ്മൾ ടാബ്ലറ്റ് കഴിക്കുമ്പോൾ ഓവർ ഡോസ് ആകുമ്പോൾ എങ്ങനെയാണ് എഫക്റ്റ് ചെയ്യുക, അതുപോലെ തന്നെ ഫേസിന് അത് നന്നായിട്ട് എഫക്റ്റ് ചെയ്യുക. അപ്പോൾ ഫേസ് സിറം അപ്ലൈ ചെയ്യുന്ന നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോഴൊന്നും അപ്ലൈ ചെയ്യാതിരിക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ അതിനെക്കുറിച്ച് അറിയുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ അപ്ലൈ ചെയ്യുക. അതല്ല നിങ്ങൾക്ക് ബേസിക് ഞാൻ പറഞ്ഞു തരുന്ന ഈ ഒരു സ്കിൻ കെയർ റൂട്ടീൻ മാത്രം
മാത്രം നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു ചേഞ്ചസ് ഫേസ് സിറത്തിൻ്റെ ആവശ്യമേ വരുന്നില്ല കേട്ടോ. അപ്പോൾ ഈ ഒരു ക്ലെൻസറാണ് നമുക്ക് ഫസ്റ്റ് വേണ്ടത്. അപ്പോൾ ക്ലെൻസർ ഏതൊക്കെയാണ് വേണ്ടതെന്ന് പറഞ്ഞാൽ ഓയിലി ആക്നെ പ്രോൺ സ്കിന്നുള്ളവർക്ക് വേണ്ടിയിട്ട് പറയാം. അപ്പോൾ നിങ്ങൾക്ക് ഒരു ക്ലെൻസർ രാവിലെ എണിച്ചിട്ട് ഫേസ് ഒന്ന് തണുത്ത വെള്ളത്തിലൊന്ന് കഴുകുക, മുഖം ഒന്ന് തണുത്ത വെള്ളത്തിലൊന്ന് കഴുകുക. അതിനുശേഷം ഒരു സിമ്പിൾ നമ്മളൊരു മൈൽഡ് ആയിട്ടുള്ള ഒരു ക്ലെൻസർ വേണം രാവിലെ ഉപയോഗിക്കാനായിട്ട്. അതായത് ഒട്ടും നമ്മുടെ സ്കിന്നെ ഡ്രൈ ആക്കാനോ ഡാമേജ് ആക്കാനോ പറ്റില്ല. അപ്പോൾ നിങ്ങൾ യൂസ് ചെയ്യേണ്ട ഒരു ഫേസ് വാഷ് എന്ന് പറയുന്നത് ഞാൻ പറയുന്നത് ഒന്നില്ലെങ്കിൽ ഈ രണ്ടെണ്ണത്തിലേതെങ്കിലും ഫോളോ ചെയ്യുക. അല്ലെങ്കിൽ ഒരു മിനിമലിസ്റ്റിൻ്റെ ഈ ഒരു ഫേസ് വാഷ് നല്ലതാണ്, ആക്നെ പ്രോൺ സ്കിന്നിനും ഓയിലി സ്കിന്നിനും നല്ലതാണ്. അതുപോലെ തന്നെ ഈ ഒരു സിമ്പിളിൻ്റെ ഈ ഒരു ഫേസ് വാഷും നിങ്ങൾക്ക് നന്നായിട്ട് ചെയ്യും കേട്ടോ. നല്ലത് മൈൽഡ് ആയിട്ടുള്ള ഒരു ഫേസ് വാഷാണ്, അത്യാവശ്യം നല്ലൊരു പ്രോഡക്റ്റും കൂടിയാണ് കേട്ടോ. ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് നോക്കാം, അല്ലെങ്കിൽ ഞാൻ കുറച്ച് പ്രോഡക്റ്റ്സ് ഞാൻ ടാഗ് ചെയ്ത് കൊടുക്കാം, അതിൽ നിന്ന് നിങ്ങൾക്ക് ഏതാവരം ചൂസ് ചെയ്യാം കേട്ടോ. പിന്നെ നമുക്കൊരു മോയ്സ്ചറൈസറാണ് വേണ്ടത്. അപ്പം ചെറിയൊരു നനവോട് കൂടി നമ്മൾ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ അതിനെന്തെങ്കിലും ഒരു ഗുണം കിട്ടുള്ളൂ കേട്ടോ. ഡ്രൈ ആയ സ്കിന്നിൽ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് കുഴപ്പമൊന്നുമില്ല, പക്ഷേ പെട്ടെന്ന് എഫക്റ്റീവ് ആവണമെന്നുണ്ടെങ്കിൽ നനഞ്ഞൊരു ചെറിയൊരു നനവെങ്കിൽ നമ്മുടെ ഫേസിന് ആവശ്യമാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു മോയ്സ്ചറൈസർ ഏതാണ് നല്ലതെന്ന് ചോദിക്കുന്നവർക്ക് വേണ്ടിയിട്ട് 2 പ്രോഡക്റ്റ് ഞാൻ പറഞ്ഞുതരാം. ഡെർമഡോക്കിൻ്റെ 5% നയാസിനമൈഡിൻ്റെ ഈ ഒരു മോയ്സ്ചറൈസർ നല്ലതാണ് കേട്ടോ. അപ്പോൾ ടോണർ യൂസ് ചെയ്യുന്നുള്ള ആഗ്രഹമുള്ളവർക്ക് ടോണർ അപ്ലൈ ചെയ്തതിന് ഒരു കുഴപ്പമില്ല കേട്ടോ. ഈ ഒരു മോയ്സ്ചറൈസർ തന്നെ അപ്ലൈ ചെയ്താൽ. മിനിമലിസ്റ്റിൻ്റെ ഈ ഒരു മോയ്സ്ചറൈസറും നല്ലതാണ്, ഡീകൺസ്ട്രക്റ്റിൻ്റെ ഈ ഒരു മോയ്സ്ചറൈസറും നല്ലതാണ് കേട്ടോ. അപ്പോൾ ഇതെല്ലാം ആക്നെ പ്രോൺ സ്കിന്നിനും അതുപോലെ തന്നെ ഓയിലി സ്കിന്നിനും സേഫ് ആയിട്ടുള്ള പ്രോഡക്റ്റ്സ് ആണ്. ധൈര്യത്തോടെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. നെക്സ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് സൺസ്ക്രീൻ മസ്റ്റാണ്. സൺസ്ക്രീൻ അപ്ലൈ എന്തായാലും ചെയ്യണം. അപ്പോൾ നല്ല സൺസ്ക്രീൻ ഏതാണെന്ന് ചോദിച്ചാൽ നമ്മൾ ഫേസ് നന്നായിട്ട് സൺസ്ക്രീൻ അപ്ലൈ ചെയ്യണം. അപ്പോൾ നല്ല സൺസ്ക്രീൻ ഏതാണെന്ന് ചോദിച്ചാൽ ഡീകൺസ്ട്രക്റ്റിൻ്റെ ഈ ഒരു സൺസ്ക്രീൻ നല്ലതാണ്. പിന്നെ വിഷ് കെയറിൻ്റെ ഈ ഒരു നിയാസിനമൈഡിൻ്റെ ഈ ഒരു സൺസ്ക്രീൻ നല്ലതാണ്. ഡെർമഡോക്കിൻ്റെ സൺസ്ക്രീൻ നല്ലതാണ് കേട്ടോ. നല്ല ചെറിയൊരു ഗ്ലോയിങ് കിട്ടും. അതുപോലെ തന്നെ സേഫ് ആണ്, നമുക്കിത് യൂസ് ചെയ്ത് ആക്നെ പ്രോൺ സ്കിന്നിനും ഓയിലി സ്കിന്നിനും സേഫ് ആയിട്ടുള്ള പ്രോഡക്ട്സും കൂടിയാണ്. പിന്നെ സൺസ്ക്രീൻ നമ്മൾ ഇടുമ്പോൾ അപ്ലൈ ചെയ്യണം. 3 to 4 hours കൂടുമ്പോൾ നമ്മൾ അപ്ലൈ ചെയ്യണം. അധികം നല്ല വെയിലത്താണ് നിങ്ങൾ പോകുന്നതെങ്കിൽ അപ്ലൈ എന്തായാലും ചെയ്തിരിക്കണം. അങ്ങനെ വലിയ വെളിക്കൊന്നും ഇറങ്ങുന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് പുറത്തൊന്നും അധികം വെയിൽ കൊള്ളാത്തതാണെങ്കിൽ നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത് ഒരു തവണയൊക്കെ അപ്ലൈ ചെയ്ത് വിട്ടാൽ മതി കേട്ടോ. പിന്നെ ശ്രദ്ധിക്കേണ്ടത് ഇടയ്ക്കിടയ്ക്ക് ഫേസ് വാഷ് ചെയ്യാതിരിക്കുക. നമ്മൾ രാവിലെ ഈ ഒരു സ്കിൻ കെയർ കഴിഞ്ഞെങ്കിൽ വൈകുന്നേരം നമ്മൾ ഡ്യൂട്ടി എന്തെങ്കിലും വർക്ക് കഴിഞ്ഞ് വരികയാണെങ്കിൽ വൈകുന്നേരം ഫേസ് ഒന്ന് വാഷ് ചെയ്യുക. ഫേസ് വാഷ് ചെയ്യാൻ നമ്മൾ നേരത്തെ രാവിലെ ഉപയോഗിച്ച ഫേസ് വാഷ് ഉപയോഗിച്ചിട്ട്, അതായത് ഒരു മൈൽഡ് ആയിട്ടുള്ള ക്ലെൻസറാണ് നമ്മൾ രാവിലെ ഉപയോഗിക്കുന്നത്. അപ്പോൾ രാത്രി നമ്മൾ ഇപ്പോൾ സൺസ്ക്രീനിൻ്റെ പുറമെ നിങ്ങൾ ഫൗണ്ടേഷൻ അല്ലെങ്കിൽ മേക്കപ്പ് ഒക്കെ നിങ്ങൾ യൂസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അതൊന്ന് നമ്മളൊന്ന് കഴുകി കളയാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ചും കൂടി നല്ലൊരു ഫേസ് വാഷ് ആവശ്യമാണ്. അപ്പോൾ നിങ്ങൾ അതിന് പകരമായിട്ട് നമ്മുടെ ഫേസിൽ ഈ ഒരു മേക്കപ്പും അല്ലെങ്കിൽ സൺസ്ക്രീനൊക്കെ റിമൂവ് ചെയ്യാൻ ഒരു ക്ലെൻസിങ് ഓയിൽ യൂസ് ചെയ്യുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ഏതെങ്കിലും നല്ലൊരു ക്ലെൻസിങ് ഓയിൽ യൂസ് ചെയ്യുക. ഫേസ് വാഷ് ഏതാ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഡേം ടച്ചിൻ്റെ ഈ ഒരു ഫേസ് വാഷ് നല്ലതാണ്. കുറച്ചെടുത്താൽ മതി. ഫേസ് നന്നായിട്ട് പതഞ്ഞിട്ട് ആ ഒരു ഓയിൽനെസ് ഒക്കെ മാറ്റാനും എല്ലാത്തിനും ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫേസ് വാഷാണ് ഇത്. അത്യാവശ്യം നല്ല പ്രോഡക്റ്റ് ആണ്. ഞാൻ ഓയിലി ആക്നെ പ്രോൺ സ്കിൻ കെയറിൻ്റെ ഒരു പ്രോഡക്റ്റ് ഈ ഒരു ഡേം ടച്ചിൻ്റെ തന്നെ ഞാൻ ഡേം ടച്ചിൻ്റെ ഈ ഒരു പ്രോഡക്റ്റ്, അതായത് ആക്നെ പ്രോൺ സ്കിന്നുള്ളവർക്ക് ഫോളോ ചെയ്യാനുള്ള സിമ്പിൾ പ്രോഡക്ട്സ് ഇതിൻ്റെ തന്നെ അവൈലബിൾ ആണ്. ഞാൻ അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. ഞാൻ വേണമെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക, വേണമെന്നുള്ളവർ അത് കണ്ടു നോക്കുക. അത് വേണമെങ്കിൽ ഫോളോ ചെയ്യാം. അതിൽ ടോണറും കൂടി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ഡേം ടച്ചിൻ്റെ ഈ ഒരു 2% സാലിസിലിക് ആസിഡിൻ്റെ ഈ ഒരു ഫേസ് വാഷും നല്ലതാണ്. അത്യാവശ്യം ആക്നെ പ്രോൺ സ്കിന്നുള്ളവർക്ക് മാറാൻ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫേസ് വാഷാണ്. അപ്പോൾ ഇത് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഈ പറയുന്ന ഈ ഒരു ഫേസ് വാഷ് യൂസ് ചെയ്യാം കേട്ടോ. പിന്നെ ഹിമാലയൻ്റെ ഫേസ് വാഷും ലെമൺ ഫേസ് വാഷും അത്യാവശ്യം ഓയിൽനെസ് ഒക്കെ കളയാൻ പറ്റിയിട്ടുള്ളൊരു ഫേസ് വാഷാണ്. അതും നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു ഹിമാലയൻ്റെ വേണമെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ പിന്നെ നമുക്ക് വേണ്ടത് മോയ്സ്ചറൈസറാണ്. മോയ്സ്ചറൈസർ നിങ്ങൾ രാവിലെ ഏതാണോ യൂസ് ചെയ്ത് അതേ സെയിം തന്നെ നിങ്ങൾ വൈകുന്നേരം യൂസ് ചെയ്തോളൂ കേട്ടോ, രാത്രി കിടക്കാൻ പോകുന്നതിന് മുമ്പായിട്ട്. പിന്നെ ഒരു ലിപ് ബാം യൂസ് ചെയ്യാം. പിന്നെ അണ്ടർ ഐ ക്രീം ആണെങ്കിൽ നിങ്ങൾക്ക് ഡാർക്ക് സർക്കിൾസ് മാറാൻ ഉള്ള ഏതെങ്കിലും നല്ല പ്രോഡക്ട്സ് ഉണ്ട്, ഞാൻ ടാഗ് ചെയ്ത് കൊടുക്കുക, അതിൽ നിന്ന് നിങ്ങൾ നോക്കിയിട്ട് വാങ്ങിയാൽ മതി കേട്ടോ. അപ്പോൾ ഇത്ര മാത്രമേ ഉള്ളൂ നമ്മുടെ ഈ ഒരു ആക്നെ പ്രോൺ സ്കിൻ അല്ലെങ്കിൽ ഓയിലി സ്കിൻ കെയർ റൊട്ടീൻ എന്ന് പറയുന്നത്. സിമ്പിളായിട്ട് മതി. ഒരുപാട് പ്രോഡക്ട്സ് വാരി വലിച്ച് മുഖത്ത് തേക്കേണ്ട ഒരു കാര്യമില്ല. പിന്നെ ഫേസ് സിറം നിങ്ങൾക്ക് അപ്ലൈ ചെയ്യേണ്ട എന്നാണ് ഞാൻ പറയുള്ളൂ. ഫേസ് സിറം ചിലർക്ക് എല്ലാവർക്കും ചേരണമെന്നില്ല. ഞാൻ തന്നെ ഒരു ഫേസ് സിറം അപ്ലൈ ചെയ്തിട്ട് നമ്മുടെ ഫേസ് കണ്ടീഷൻ അനുസരിച്ച് നമ്മൾ അപ്ലൈ ചെയ്യണം. ചിലപ്പോൾ ചിലർ നല്ലതാണെന്ന് പറയും. ഇപ്പോൾ ഞാൻ ഒരു പ്രോഡക്റ്റ് ഈ ഒരു ഫേസ് സിറം നല്ലതാണെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങളുടെ ഫേസിന് ചേരണമെന്നില്ല. അപ്പോൾ നമ്മുടെ ഫേസ് സിറത്തിൻ്റെ ആവശ്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ പറയുന്ന ഒരു ഓയിലി സ്കിൻ കെയർ റൂട്ടീൻ നിങ്ങൾ സിമ്പിളായിട്ട് ഫോളോ ചെയ്താൽ മതി. വേറെ ഒന്നും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട. പക്ഷേ ഇത് കുറച്ച് ടൈം എടുക്കും. നിങ്ങൾ കുറച്ച് ടൈം എടുത്തിട്ടായിരിക്കും ഇതിൻ്റെ റിസൾട്ടൊക്കെ നമ്മുടെ ഫേസിൽ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ പ്രോഡക്റ്റ് ഈ ഒരു സ്കിൻ കെയർ റൂട്ടീൻ നിങ്ങൾ നിർത്താതെ നിങ്ങൾ കുറച്ച് നാളിത്
തുടരണം. എന്നാൽ മാത്രമാണ് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുള്ളൂ. അത് മാത്രമല്ല ഈ പ്രൊഡക്ട്സ് ഒക്കെ നിങ്ങൾ യൂസ് ചെയ്യുന്നതിന് മുമ്പായിട്ട് പാച്ച് ടെസ്റ്റും കൂടി ചെയ്യണം കേട്ടോ. നമ്മുടെ ഫേസിന് ചേരും ഇല്ലേ എന്നൊക്കെ അറിയാമല്ലോ. പാച്ച് ടെസ്റ്റ് ചെയ്തോളൂ, അതായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഇത് നമ്മൾ കുറച്ച് നിർത്താണ്ട് നമ്മളൊരു സ്കിൻ കെയർ റൊട്ടീനായിട്ട് കുറച്ച് മാസങ്ങൾ നമ്മളിത് കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ഫേസിന് നല്ല ഒരു ചേഞ്ചസ് നിങ്ങളുടെ ഫേസിന് കാണാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഈ ഒരു സ്കിൻ കെയർ റൊട്ടീൻ നിങ്ങൾ ഫോളോ ചെയ്ത് നോക്കൂ. അപ്പോൾ നിങ്ങൾ ഫോളോ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങളുടെ സ്കിൻ കെയർ റൊട്ടീൻ ഒന്ന് കമൻറ്റ് ചെയ്ത് മറ്റുള്ളവർക്കും കൂടി യൂസ്ഫുൾ ആയി തോന്നും കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞിട്ടുള്ള മറ്റേ ആ ഒരു ഡം ടച്ചിൻ്റെ സ്കിൻ കെയർ റൊട്ടീൻ്റെ വീഡിയോ ഞാൻ താഴെ കൊടുക്കാം. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് തോന്നുന്നു. അപ്പോൾ ഞാൻ അടുത്ത സ്കിൻ കെയർ റൊട്ടീനായിട്ട് വരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ഷെയറും കൂടി ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.